ഇന്നലെ രാത്രി പതിവില്ലാണ്ട് അമ്മ ഫോൺ ചെയ്തു, ഒരു മരണം ഉണ്ട്, നീ വരണം, നമുക്ക് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ വരാൻ പറ്റില്ല, ലീവൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പം ശരി അർജന്റായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. ശരി ഞാൻ ലീവ് എടുക്കാം വരാം എന്ന് പറഞ്ഞു. അമ്മയുടെ നിങ്ങൾ പോണില്ലേ, അടക്കിന് പോകുന്നു ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല നമുക്ക് സുഖമില്ല, അമ്മ പോണില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ലീവാക്കി പിടിച്ച. അപ്പൊ അമ്മ സുഖമില്ലാത്തതുകൊണ്ടാണ്. ശരി ഞാൻ എന്നിട്ട് ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞല്ല, ചിന്നുവിനെ അന്വേഷിച്ചു. അവിടെ അല്ലേ അമ്മേൻ്റെ അടുത്ത് എപ്പോ നിൽക്കുക, എവിടെയൊന്നും കണ്ടില്ല, എവിടെയും ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു ചിന്നുവിനെ കാണണില്ല. അവളെ ഇടയ്ക്ക് ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലേക്ക് പോക്കുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പുറത്തെ വീട്ടിലേക്ക് പോയത് കൊണ്ടൊക്കെ അങ്ങനെ പറഞ്ഞു. അമ്മ പറഞ്ഞല്ല കാണുന്നില്ല, പൊതുവെ അവളങ്ങനെ പോയാൽ വിളിച്ച വരും. അപ്പൊ അമ്മ പറഞ്ഞു വിളിച്ചു വന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഇല്ല അവളങ്ങനെ എപ്പോഴും ഇതിന് ഇത്രയും വർഷങ്ങളായിട്ട് അവൾ 1-2 തവണ അടുത്ത വീട്ടിലേക്ക് പോയി നിന്നിട്ടേ ഉള്ളൂ. അവൾ വേഗം വരും വിളിച്ചാലല്ല, അല്ലെങ്കിൽ ഒരു രാത്രി അവിടെ നിന്നിട്ട് രാവിലെ ആകുമ്പോൾ വരും. അപ്പോൾ ഞാനും അങ്ങനെ വിചാരിച്ചു കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അടുത്ത വീട്ടിലേറ്റവും ഉണ്ടാവും, പോക്കുള്ളതാണ് ആള്. കാണുന്നതാണപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഞാൻ വിളിച്ചു എവിടെയൊക്കെ ഉണ്ടാവും വിചാരിച്ചു ഞാൻ വിളിച്ചു. ഇങ്ങനെ തോന്നുന്നില്ല വിളിച്ചാൽ വരുന്നതാണല്ലോ. ഇങ്ങനെ അമ്മ പറഞ്ഞു ഇങ്ങനെ പട്ടിയേറ്റോ പിടിച്ചിനെന്ന് പറഞ്ഞു. അപ്പോഴും ഞാനങ്ങനെ അമ്മ കണ്ടോ അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തൊക്കെയോ നിങ്ങൾ ശ്രദ്ധിക്കാനിട്ടല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ വഴക്കുണ്ടാക്കി. ഞാൻ പോയിട്ടൊരു കുറച്ച് നാളെ ആയിട്ടുള്ളൂ, അതായത് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കാനിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ചൊറക്കി. ഞാൻ എന്നിട്ട് ഇവിടെ എല്ലായിടത്തും നോക്കി, എപ്പോഴും വിളിച്ചാൽ വരുന്നതാണല്ലോ, വരും എന്നൊരിത്. ഞാനങ്ങനെ പെറ്റിനൊന്നും വളർത്തിയിട്ടില്ല, വീട്ടിൽ നമുക്ക് പട്ടീനെ പെറ്റിനൊന്നും ഇഷ്ടമല്ല, പെറ്റിനൊന്നും വളർത്തിയിട്ടില്ല. അപ്പം ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം വളർത്തി ഇണക്കി ഭയങ്കരമായിട്ട് ഒരു ഫാമിലിയിൽ ഒരാളെ പോലെ തന്നെ സംസാരിക്കും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ ഈ തത്തയൊക്കെ സംസാരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, കാക്കയൊക്കെ സംസാരിക്കും എന്നൊക്കെ പറയും. സംഭവം ആദ്യമൊക്കെ അടുത്ത വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇതായി, കാക്ക സംസാരിക്കാനാ, എന്തായാലും വിളിച്ചാൽ വരാനാ, കാക്ക ഇങ്ങനെ വരുവാ, കാക്ക ഇങ്ങനെ ഇണങ്ങുവാ, അങ്ങനെയൊക്കെ. അങ്ങനെ പെട്ടെന്ന് എത്ര നാളുണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് അങ്ങോട്ട് ഇല്ല, ഇപ്പൊ വിളിച്ച വരാനില്ല. നമ്മൾ ഇതാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓവറായിട്ട് മനുഷ്യരിലാണെങ്കിലും ഒരു മൃഗത്തിലാണെങ്കിലും ഇങ്ങനെ അറ്റാച്ച്മെന്റ് നല്ലതല്ലേ. പിന്നെ അവരില്ല, അല്ലെങ്കിൽ അവരെന്താവില്ല എന്ന് ഇതാകുമ്പോൾ ദെൻ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഇത് അറിയിച്ച ഈ വീഡിയോ ഇട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ചാനൽ പറഞ്ഞിട്ട് 1 മില്യൺ അടിച്ചത് ഫസ്റ്റ് ചിന്നുവിൻ്റെ ഒപ്പരമുള്ള ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പം അത് ഇതാവാനുള്ള റീച്ച് ആവാനുള്ള റീസണും ഓളൊപ്പര ഇട്ടത് കൊണ്ടാണ്. അപ്പൊ ഇടക്കിടക്ക് വരുമ്പോൾ ചോദിക്കലുണ്ട് ആൾക്കാർ ചിന്നു എവിടെ. ഇനിയിപ്പം ചിന്നുവിനെ കാണിക്കാൻ ചിന്നു ഇല്ല, അടിപൊളി.